ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ ഫുഡൊക്കെ കൊടുക്കുകയാണ് സ്വപ്നവല്ലി ചിപ്പി മോൾക്ക്. ഓരോ കഥയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് സ്കൂളിലെ വിശേഷമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊച്ചു സ്കൂളിൽ ഓരോ വിശേഷമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം മോള് പഠിച്ച് മിടുക്കിയാകും എന്നൊക്കെ ഇങ്ങനെ ചിപ്പി മോളോട് സ്വപ്നവല്ലി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പഠിപ്പിക്കാം, ഞാൻ അമ്മയും പഠിപ്പിക്കാം, മലയാളം പഠിപ്പിക്കാം എന്നൊക്കെ കൊച്ചു പറയാണ്. അപ്പോൾ അയ്യോ അതൊന്നും അമ്മയെ കൊണ്ട് പറ്റില്ല, അച്ഛമ്മയെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്ന് സ്വപ്നവല്ലി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്തായാലും ആ സമയത്താണ് രാമൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്, നമ്മുടെ സ്വപ്നവല്ലിയുടെ ഭർത്താവ്. രാമ എവിടെയായിരുന്നു ഇത്ര നേരം? നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇലക്ഷനൊക്കെ ആകാൻ പോവല്ലേ. മീറ്റിങ്ങിൽ അവർ പറയുന്നു സ്വപ്നയെ സെക്രട്ടറി ആക്കിയാലോ എന്ന്. എന്നിട്ട് രാമൻ എന്ത് പറഞ്ഞു എന്ന് സ്വപ്നവല്ലി. ഞാൻ എന്ത് പറഞ്ഞാലും മത്സരം ഉണ്ടാകുമല്ലോ. മത്സരമെങ്കിൽ മത്സരം, ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴാണ് ഒരു കോള് വരുന്നത് മാരേജ് ബ്യൂറോയിൽ നിന്നുമാണ്. അപ്പോൾ അവർക്ക് അറിയേണ്ടത് ഈ അവർ കല്യാണം ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ടാം വിവാഹമാണെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാരേജ് ബ്യൂറോയിൽ വിളിക്കുന്നത്. അപ്പോൾ ചിപ്പി മോളുടെ അമ്മയെക്കുറിച്ച് ഈ സ്വപ്നവല്ലി മോശമായിട്ട് തന്നെ ഫോണിലൂടെ സംസാരിക്കുകയാണ്. അവൾ അഴിഞ്ഞാട്ടക്കാരിയാണ് എന്ന രീതിയിൽ. ഇതൊക്കെ കേട്ട് ചിപ്പി മോൾ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ചിപ്പി മോൾക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ അവൾ പോയതാ. അവളെ ആൾ ശരിയല്ല, ഒട്ടും ശരിയല്ല, അഴിഞ്ഞോട്ടക്കാരി, പിന്നെ അല്ലാതെ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴേക്കും കൊച്ചിന് പല വേർഡുകളുടെ അർത്ഥവും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്നിട്ട് കോള് കട്ട് ചെയ്തു സ്വപ്നവല്ലി. ദേഷ്യത്തോടു കൂടി രാമനോട് പറയും. ഇവർക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? രാമനിടയ്ക്ക് കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ചിപ്പിയുടെ അമ്മ എവിടെയാണെന്ന് അവർക്ക് ചോദിക്കുന്നത്. അവൾ അഴിഞ്ഞാടി നടക്കുക അല്ലേ, പിശാച്. പാവം ചിപ്പിയുടെ മുഖം ഒന്ന് കാണണം. രാമന് ചായ എടുക്കട്ടെ? കിട്ടിയാൽ കൊള്ളാം എന്നും പറഞ്ഞിട്ട് ചായ എടുക്കാനായിട്ട് സ്വപ്നവല്ലി പോയി. കൊച്ചു അങ്ങ് പോകും. അപ്പോൾ രാമൻ ഈ കൊച്ചിൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്, പക്ഷേ സമാധാനിപ്പിക്കാനൊന്നും നിന്നില്ല. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ മഹേഷ് മദ്യപിക്കുകയാണ് കേട്ടോ. വില കൂടിയ മദ്യം മേടിച്ചിങ്ങനെ പുറത്ത് വെച്ചിട്ടാണ് കാറിൻ്റെ അരികിൽ നിന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ മനസ്സ് നിറയെ അവിടെ വെച്ച് നടന്ന കാര്യങ്ങൾ, ആകാശരചനയെ ചേർത്ത് പിടിച്ചിട്ടോ ഇവനെ പ്രകോപിപ്പിക്കാനായിട്ട് നടത്തിയ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് തന്നെയാണ് മദ്യപിക്കുന്നത്. അപ്പോൾ എന്താടാ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ലല്ലോ, അവരങ്ങനെയല്ലേ, അവൻ അതല്ല അതിലപ്പുറവും കാണിക്കുന്നത് നിനക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ കൂട്ടുകാരൻ വിവേക് ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മഹേഷ് മറുപടി ഒന്നും പറഞ്ഞില്ല. വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് മഹേഷിൻ്റെ മനസ്സ് നിറയെ ഇവളാണ് കേട്ടോ. രചനയും ആകാശ് മേനോനും തന്നെയാണ്, തൻ്റെ പഴയ ജീവിതമാണ്. ഇതേ സമയം നമ്മുടെ ചിപ്പി മോൾ ആകെ സങ്കടപ്പെട്ട് ഈ അമ്മയെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ട് ആകെ സങ്കടപ്പെട്ട് പുറത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. ചിപ്പിയുടെ ഈ ഇരിപ്പൊക്കെ കണ്ടിട്ട് എന്തോ ഒരു സങ്കടം അവളുടെ ഉള്ളിലുണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് അവളുടെ അരികിലേക്ക് നടന്നു വന്നിട്ട് ഹലോ. കൊച്ചാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഹലോ. കൊച്ച് വീണ്ടും മൈൻഡ് ചെയ്യുന്നില്ല. കൊച്ചെന്തോ വലിയ ആലോചനയിലൊക്കെ തന്നെയാണ്. പിന്നെ തൊട്ടരികിൽ വന്നിട്ട് എന്താ പറ്റിയ ഒരു പരിഭവം പോലെ, സമരം വല്ലതും ആണോ? കൊച്ചു വന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. കൊച്ചു താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. എന്തായാലും നമ്മുടെ ഇഷിതയും വന്ന് ചിപ്പിമോൾക്ക് അരികിലായിട്ട് ഇരുന്നിട്ട് എന്തു പറ്റി, ഡാഡി വഴക്ക് പറഞ്ഞോ? ഇല്ല, ഡാഡി വഴക്കൊന്നും പറഞ്ഞില്ല. പിന്നെന്താ പറ്റിയേ? സാധാരണ ഡാഡിയെക്കുറിച്ചല്ലേ കംപ്ലൈൻറ്റ് പറയാറ്, ഇന്നെന്താ പ്രശ്നം? എന്താ പറ്റിയെന്ന്? അപ്പോൾ എൻ്റെ അമ്മ ബാഡ് മദറാണോ? ഇത് കേട്ടിട്ടുണ്ടല്ലോ ഇഷിതയുടെ ചങ്ക് പൊടിഞ്ഞു പോയി. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അച്ഛമ്മ ഫോണിൽ ആരോടോ പറഞ്ഞതാ, അമ്മ ബാഡാണെന്ന് പറഞ്ഞോ? പറഞ്ഞു, ചീത്തയാണെന്നൊക്കെ പറഞ്ഞു. ശരിക്കും കൊച്ചിൻ്റെ സങ്കടം കണ്ടിട്ട് അവൾക്കാകെ വിഷമാവണം കേട്ടോ. അമ്മ അഴിഞ്ഞാട്ടക്കാരി എന്നൊക്കെ പറഞ്ഞു. ഈ അഴിഞ്ഞാട്ടക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? മോളുടെ അമ്മ നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഇഷിതയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ ഡാഡി നല്ലതല്ലേ? അമ്മയ്ക്ക് മോളോടാണോ ഡാഡിയോടാണോ ദേഷ്യം? എന്താ അമ്മ മോളെ കാണാൻ വരാത്തേ? അപ്പോഴേക്കും ഇഷിത ചോദിച്ചു, ചിപ്പി മോൾക്ക് ഈ സൗന്ദര്യം എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയോ? അമ്മയിൽ നിന്നാണ് കിട്ടിയത് മാലതി ചേച്ചി അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. മോളുടെ അമ്മ സുന്ദരിയായിരുന്നു കേട്ടോ, ആ സൗന്ദര്യമാണ് ചിപ്പിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോഴേക്കും കൊച്ചു പറഞ്ഞു, മോൾക്ക് അമ്മ വേണം ഫ്രണ്ടേ, എനിക്ക് അമ്മ വേണം. കൊച്ചു വിതുമ്പിക്കൊണ്ടാട്ടോ പറയുന്നത്, എനിക്ക് അമ്മ വേണം
എന്തിനാ എൻ്റെ അമ്മയെ അച്ഛമ്മ ഇങ്ങനെ ചീത്ത പറയണത്? അപ്പോഴേക്ക് ഇഷിത പറഞ്ഞു, അയ്യോ മോളെ നോക്കിയേ പോട്ടെ, അച്ഛമ്മ വെറുതെ പറഞ്ഞതല്ലേ. മോളുടെ അമ്മ ചീത്തയൊന്നും അല്ല കേട്ടോ, മോളുടെ അമ്മ നല്ലതാ, മോള് നല്ലതല്ലേ, അപ്പം മോളുടെ അമ്മയും നല്ലതാ. അപ്പോൾ കൊച്ചി ചോദിച്ചു, സത്യം? ആ സത്യം, അമ്മയെന്ന് പറഞ്ഞാലേ നന്മയെന്നാ. ഒരമ്മമാർക്കും മോശമാകാൻ പറ്റില്ല, മോശപ്പെട്ട അമ്മമാരെ എങ്ങും ഉണ്ടാവില്ല. മോളുടെ അമ്മ നല്ലതാണെങ്കിൽ പിന്നെ എന്താ അമ്മയ്ക്ക് മോളെ വേണ്ടാത്തേ? ഈ കൊച്ചിൻ്റെ ഇങ്ങനെയുള്ള പിഞ്ചു മനസ്സിലെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിന്ന് പോവാണ് ഇഷിത. അത് പിന്നെ ഈ ഫ്രണ്ട് അമ്മയായാലുണ്ടല്ലോ ഏറ്റവും നല്ല അമ്മയായിരിക്കും. ഈ ഫ്രണ്ടിനെ പോലെ ഒരു അമ്മയെ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കൊച്ച് ഇവളുടെ നെഞ്ചിലേക്ക് വന്ന് കിടന്ന് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഇഷിതയ്ക്ക് ശരിക്കും ആ മാതൃത്വം ഫീൽ ചെയ്തു കേട്ടോ. ഇങ്ങനത്തെ അമ്മ എനിക്ക് വേണ്ടതെന്ന് ആ കുട്ടി ഇങ്ങനെ പറയാണ്. ഇഷിതയുടെ കണ്ണ് നിറഞ്ഞു പോയി. ഇഷിത അവളെ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് അവളെ പതുക്കെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഇതേ സമയം മഹേഷ് ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അതായത് പണ്ട് രജനിയുമായിട്ട് സന്തോഷത്തിൽ കഴിഞ്ഞ കുറേ കാര്യങ്ങൾ, അതുപോലെ അന്നുണ്ടായിരുന്ന ആ ഒരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പം മഹേഷ് ഇവരുടെ ആ വീട്ടിലേക്ക്, പഴയ ഒരു ഫ്ലാഷ് ബാക്കാണ് കേട്ടോ. ഇവർ രജനിയുമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആ വീട് നമ്മുടെ സാന്ത്വനം വീടാണ് കേട്ടോ. പഴയ സാന്ത്വനം വീട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ദേവിയും ബാലനും ഹരിയും അപ്പോൾ ഒക്കെ താമസിച്ചിരുന്ന, അഞ്ജലിയും ഒക്കെ ശിവനും ഒക്കെ താമസിച്ചിരുന്ന ആ സാന്ത്വനം വീടില്ലേ, ആ സാന്ത്വനം വീട് ശരിക്കും അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലേക്ക് വന്നു. ആ സാന്ത്വനം വീട് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക്. അപ്പോൾ എന്തായാലും ആ സാന്ത്വനം വീട്ടിലേക്ക് ഇവൻ കയറി വരുവാണ്, അവൻ്റെ വീട്ടിലേക്ക് അവൻ കയറി വരികയാണ്. അപ്പോൾ അകത്ത് പുട്ട് ഉണ്ടാക്കിക്കൊണ്ടോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രചന. അപ്പോൾ മോളെ രഞ്ജു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കേട്ടോ. വലിയ സ്നേഹത്തോടെയാണ് വന്നത്. ഇന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? അവൾക്ക് വലിയ ഒരു ഉത്സാഹമൊന്നുമില്ല കേട്ടോ. നീ ഇങ്ങ് വന്നേ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് ഇവളുടെ കൈയൊക്കെ കഴുകാൻ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ കഴുകി ഇവൾ ചെല്ലുകയാണ് പുറകെ അവൻ്റെ. അപ്പോൾ ഹോളി വെച്ച് ചെന്നിട്ട് ഈ മഹേഷ് പറഞ്ഞു, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എനിക്ക് പ്രൊമോഷൻ കിട്ടി, വലിയ കാര്യമായി. CEO ആയിട്ടൊന്നും അല്ലല്ലോ. CEO ഒന്നും ആകാറായില്ലല്ലോ. ഞാനൊരിക്കലാകും, പിന്നെ ഇപ്പം ആകും എന്ന് രജന ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ്. എന്നിട്ട് പ്രൊമോഷൻ കിട്ടിയത് ഇപ്പം ആ ക്ലർക്ക് തന്നെയാണോ? അപ്പോൾ ക്ലർക്കിൽ നിന്ന് ഒരു പടിയൊരു മുകളിലാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ആ CEO ആകും. പിന്നെ എന്ന് വെറുതെ സ്വപ്നം കാണാനേ എനിക്ക് പറ്റത്തില്ല. ഞാനേ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നതാണ്. CEO ആകും പോലും എന്നെങ്കിലും ഞാൻ ചത്താലെങ്കിലും അത് നടക്കുമോ? അല്ല, ഈ പ്രൊമോഷൻ കിട്ടിയ പൈസ എത്ര രൂപ കൂടുതൽ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു 3000 രൂപ കൂടുതൽ കിട്ടും. അയ്യോ വലിയ കാര്യമായി. ആ 3000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു വലിയ കാറ് മേടിക്കാം, വീട് മേടിക്കാം, ബാക്കി പൈസയ്ക്ക് നിങ്ങൾ ബുള്ളറ്റും മേടിച്ചോ. നീ എന്താ രഞ്ജു ഇങ്ങനെ എന്ന് ചോദിക്കാട്ടോ. അപ്പം അതെ, ഞാൻ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ല സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ നിനക്കൊരു സമ്മാനമൊക്കെ ആയിട്ടാണ് വന്നേ, ദാ എന്ന് പറഞ്ഞിട്ട് ആ സാരി എടുത്ത് കൊടുത്തപ്പോഴേക്കും ഒരു കാഞ്ചീപുരം പട്ടുസാരി പോലും മേടിക്കാത്ത ഒഞ്ഞ സാരിയായിട്ട് വന്നിരിക്കണോ എന്നും പറഞ്ഞ് അവൾ അത് എറിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, മഹേഷിൻ്റെ ആ അന്നത്തെ ആ ഒരു മാനസികാവസ്ഥ മഹേഷ് ഇപ്പോഴും ഒന്ന് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ വണ്ടി പോലും താളം തെറ്റിപ്പോയി. വണ്ടി വേറൊരാളെ ഇങ്ങനെ ഇടിക്കാനായിട്ട് പെട്ടെന്ന് ചെന്നു. ബൈക്കുകാരങ്ങ് മാറ്റിക്കൊണ്ട് പോയതുകൊണ്ട് വണ്ടി ഇടിച്ചൊന്നുമില്ല. ബൈക്കുകാരൻ ഈ മഹേഷിനെ ചീത്ത പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. എന്തായാലും മഹേഷ് വണ്ടി കൊണ്ടുപോയി നേരെ ആ ഇവരുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ട് നിർത്തി. എന്നിട്ട് പുറത്തിറങ്ങി നിന്നതിന് ശേഷം ആകാശിനെ വിളിക്കുകയാണ്. അപ്പോൾ കോൾ എടുത്തത് രചനയാണ്. അപ്പം രചനയാണ് കോൾ എടുത്തതെന്ന് മനസ്സിലായി. അപ്പം ആകാശ് മേനോൻ എവിടെയെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകാശ് മേനോൻ്റെ ഭാര്യയാണ്, നിങ്ങൾ പറഞ്ഞോളൂ. അപ്പം മഹേഷിന് സൗണ്ട് മനസ്സിലായില്ല കേട്ടോ ഇവൾക്ക്. ആകാശ് മേനോൻ്റെ ഭാര്യയാണ്, പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ നീ ഇപ്പോഴല്ലേ അവൻ്റെ ഭാര്യ ആയതേ, ഞാനേ നിൻ്റെ മുൻ ഭർത്താവ്. ഇത് കേട്ട് രചനയൊന്ന് ഞെട്ടിയേ. ഭാര്യ എന്ന പദത്തിന് നീ അർഹയല്ല. ഭാര്യ എന്നതേ പരിപാവനമായൊരു വാക്കാണ്. നിന്നെപ്പോലൊരു സ്ത്രീക്ക് ചേരുന്നതല്ല ഭാര്യ. നീ അവൻ്റെ ഭാര്യയാണോ? നിന്നെ അവൻ കെട്ടണമെങ്കിലേ ഞാൻ കനിയണം. ഡിവോഴ്സ് കേസ് കോടതിയിലാണെന്നുള്ള കാര്യമൊക്കെ നീ മറന്നോ? അയ്യോ, ഭാര്യയാണ് പോലും. നിൻ്റെ ബെഡ്റൂമേറ്റിന് നീ ഫോൺ കൊടുക്കടിയോ എന്നും പറഞ്ഞിട്ട് രജനിയാണെ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ആകാശ് അങ്ങോട്ടേക്ക് വന്നു. ആകാശ് ചോദിച്ചു, ആരാ? മഹേഷ് എന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിൽ ആകാശ് സംസാരിക്കുകയാണ്. ഹലോ മഹേഷ്, ഞാൻ ഇപ്പോൾ നിന്നെ മനസ്സിൽ കാണുന്നുണ്ട്. വേണം. ദൈവത്തെ എന്നും മനസ്സിൽ ധ്യാനിക്കണം എന്ന് കരുതി ദൈവം എല്ലാവരോടും കാണിയണമെന്നില്ല കേട്ടോ. നീ ചെയ്ത എല്ലാ പാപങ്ങൾക്കും ദൈവം നിനക്ക് ശിക്ഷ നൽകുക തന്നെ ചെയ്യും. ദൈവോ? എനിക്കോ? നീയോ ദൈവം? നീ ചെകുത്താനല്ലേ, ചെകുത്താൻ. അപ്പോഴേക്കും മഹേഷ് ഒന്ന് ചിരിക്കുകയാണ് കേട്ടോ. നിനക്കപ്പോൾ ഭയം ഉണ്ടല്ലേടാ?
നിനക്ക് ഭയം ചെകുത്താനോടാണെങ്കിൽ ഞാൻ ചെകുത്താനാ, ദൈവത്തോടാണെങ്കിൽ ഞാൻ ദൈവവും. നീ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഭാരം നീ തിരിച്ചറിയും. അപ്പം നിനക്ക് മനസ്സിലാവും അവള് ഭാഗ്യമല്ല ഭാരമാണെന്ന്. ആദ്യം അവളെ ഞാൻ തെരുവിലേക്ക് ഇറക്കി വിടും, അതിനുശേഷം നിന്നെ ഞാൻ തെരുവിലേക്ക് ഇറക്കി വിടും. അപ്പോഴേക്കും ആകാശ് ചോദിച്ചു, നീ മദ്യപിച്ചിട്ടുണ്ടോടാ? അല്ല, പിച്ചും പേയും പറയുന്നു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, പക്ഷെ പറഞ്ഞതൊന്നും പിച്ചും പേയൊന്നും അല്ല. തലയ്ക്ക് പിടിച്ചിരിക്കുന്നതേ നിനക്കാണ് ആകാശ്. അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്നു. അത് നിൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അത് ഞാൻ നുള്ളിക്കളയും. വളരെ സിമ്പിളായിട്ട് നിന്നോട് ഞാൻ പറയാം, അവൾ അല്ല എൻ്റെ മുഖ്യ ശത്രു. നീയാണ് എൻ്റെ മുഖ്യ ശത്രു. നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എൻ്റെ ഇനിയുള്ള ജീവിതം. ചുരുക്കി പറഞ്ഞാൽ നിന്നെ ഞാൻ തീർത്തിരിക്കും. മഹേഷ് ചന്ദ്രൻ്റെ ഇനിയുള്ള എല്ലാ പ്രവർത്തികളും ചിന്തകളും നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതെൻ്റെ ശബ്ദമാണ്, കുറിച്ചിട്ടോടാ നീ മനസ്സിൽ എന്ന് പറഞ്ഞ് മഹേഷ് കോളങ്ങോട്ട് കട്ട് ചെയ്തു കേട്ടോ. എന്തായാലും ആകാശം ഒന്ന് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും രചനയ്ക്ക് മനസ്സിലായി എന്തോ ഭീഷണിയാണ് എന്ന്. ആകാശ് എന്നിട്ട് പോയൊരു ബിയർ പൊട്ടിച്ച് കുടിക്കുക. അപ്പോൾ രചന എന്നിട്ട് ചോദിച്ചു, ആകാശ് എന്താ പറഞ്ഞത്? നിന്നെ അവൻ തെരുവിലേക്ക് ഇറക്കി വിടുമെന്ന്. നിന്നെ അവൻ തെരുവിലേക്ക് ഇറക്കി വിട്ട നിന്നെ അനാഥമാക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. രചന ആകെ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഓരോ സിപ്പെടുത്ത് ഓരോ ബിയർ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശ്. എന്തായാലും ആ പുറത്ത് ഫ്ലാറ്റിൻ്റെ ആ പുറത്ത് കാറിൽ ചാരി ആകെ ഡെസ്പായിട്ട് നമ്മുടെ മഹേഷ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ചിപ്പിയും ഇഷിതയും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരിക കേട്ടോ. ചിപ്പിമോളുടെ സങ്കടമൊക്കെ ഇപ്പോൾ മാറിയോ? ഇനി സങ്കടം വരുമ്പോഴേ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. ഓർത്തോളാം. ആ സമയത്താണ് ഇഷിത കാണുന്നത് മഹേഷ് വന്ന് ആകെ ടെൻഷൻ അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നത്, തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ചിപ്പി മോളെ അകത്തേക്ക് കയറ്റി വിട്ടതിന് ശേഷം നമ്മുടെ ഇഷിത മഹേഷിൻ്റെ അരികിലേക്ക് വരികയാണ്. ആ സമയത്താണ് നമ്മുടെ ഇഷിതയുടെ അമ്മ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം മഹേഷ് ആണല്ലോ, ഇഷിതയെ കാണാൻ വേണ്ടി തന്നെ വന്നതാ, ഇഷുവിനെ കാത്ത് നിൽക്കുക. എന്തായാലും ഇഷിത അങ്ങോട്ടേക്ക് വന്നു. അതും നമ്മുടെ ഇഷിതയുടെ അമ്മ കണ്ടു കേട്ടോ. എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് ഇഷിത വന്ന് അവനോട് പറയാട്ടോ. തിരിച്ച് എത്ര അറ്റാക്ക് ചെയ്താലും എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ചിപ്പിയെ ശ്രദ്ധിക്കണം, ഷീ ഈസ് മെൻ്റലി അപ്സെറ്റ്. കുഞ്ഞു മനസ്സാണത്. ഇങ്ങനെ തുടർന്നാൽ ചിപ്പി ഡിപ്രഷനിലേക്ക് പോകും. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് സംസാരിക്കണം, താങ്കൾ ഇങ്ങനെ കാണുന്നതാണ് ഭംഗി. അപ്പോൾ ചില വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് നമ്മൾ വളരെ താമസിക്കും എന്നൊക്കെ മഹേഷ് പറയുക. ഡോക്ടർ ഇഷിതയെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? യു ആർ സോ ബ്യൂട്ടിഫുൾ. അപ്പോഴേക്കും ഇഷിത ചോദിച്ചു, ആണോ? യെസ്, തീർച്ചയായും. ഇങ്ങനെ പ്ലസൻ്റായിട്ട് ചിപ്പിയോടൊന്ന് സംസാരിച്ചുകൂടെ? അപ്പം മഹേഷ് പറഞ്ഞു, പിന്നെന്താ, സംസാരിക്കാമല്ലോ. അപ്പോൾ ഇഷിതയുടെ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക, ഇവരെന്താ സംസാരിക്കുന്നതെന്ന്. നല്ല ഇഷ്ടത്തോടു കൂടി സംസാരിക്കണം. പാർക്കിലും ബീച്ചിലും സിനിമാ തിയേറ്ററിലും ഒക്കെ മോളെ കൊണ്ടുപോകണം. മദ്യത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ചിട്ട് ഇവൻ ഓക്കെ പറയുന്നതാണോ എന്നറിയത്തില്ല. ഇവനെല്ലാം ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും ഞാൻ റെഡിയാണ്. അപ്പം ഇഷിത പറഞ്ഞു, ഇടയ്ക്കൊക്കെ ഐ ലവ് യു എന്ന് കൂടി ഒന്ന് പറയണം. ഐ ലവ് യു എന്നല്ലേ? പറയാം. അപ്പോൾ ഇഷിതയുടെ അമ്മ ഇത് കേൾക്കുക കേട്ടോ. ഇത്രയും കടുപ്പം വേണ്ട, സ്വീറ്റായിട്ട് പറയണം. ഐ ലവ് യു ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അപ്പോഴേക്കും ഇഷിതയുടെ അമ്മ ശരിക്കും ഇതങ്ങോട്ട് കേട്ടു കേട്ടോ. എന്നും കാണുമ്പോൾ പറയൊന്നും വേണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് പറയണം കേട്ടോ. എന്നാൽ പിന്നെ നമുക്കൊരു ട്രിപ്പ് പോയാലോ? ഇഷ്ടത്തോടെ വിളിക്കുമ്പോൾ നിരസിക്കുന്നത് ശരിയല്ലല്ലോ. വരാം. എൻ്റെ പൊന്നെ, ഇഷിതയുടെ അമ്മ മനസ്സിൽ ഓർക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഇതൊക്കെ. എന്തായാലും ഒരിക്കലും ഇവർ ഇങ്ങനെ സംസാരിക്കുമോ? എന്തായാലും ഇവർ പാർക്കിലൂടെ ഒക്കെ പോകുന്നതും പ്രണയിച്ച് നടക്കുന്നതൊക്കെ സ്വപ്നം ഇഷിതയുടെ അമ്മ ഇങ്ങനെ കണ്ടുകൂട്ടുകയാണ്. അങ്ങനെ മഹേഷും ഇഷിതയും ശരിക്കും പ്രണയത്തിലായി. ഇനിയിപ്പോൾ ഇത് രഹസ്യമാക്കി വെക്കണത് ശരിയല്ല, എല്ലാവരോടും പറയുക തന്നെ വേണം. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ചിപ്പിയുടെ മാനസിക നില മിസ്റ്റർ മഹേഷിന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പം ഞാൻ ചിപ്പിയെ സ്നേഹിക്കണോ അല്ലേ? ഇപ്പം യഥാർത്ഥ മഹേഷും ഇഷിതയുമായി. നേരത്തെ ഇഷിതയുടെ അമ്മ കണ്ട മഹേഷും ചിപ്പിയായിരുന്നു കേട്ടോ. മഹേഷും ഇഷിതയുമായിരുന്നു. അപ്പം ഞാൻ ചിപ്പിയെ പാർക്കിലും ബീച്ചിലൊക്കെ കൊണ്ടുപോകണം, സിനിമ കാണിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലേ? അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, അതെ. അപ്പം പാർക്കിലൊക്കെ പോകാനായിട്ട് ഡോക്ടർ ഇഷിത കൂടി വരാമെന്ന് പറഞ്ഞായിരുന്നു. ചിപ്പിക്ക് ചിപ്പിക്കത് സന്തോഷമാവുകയാണെങ്കിൽ അതൊരു മെഡിസിൻ മാത്രമാണ്. ആ നിലയിൽ സ്റ്റോപ്പ് ഇറ്റ്. നീ എന്താ കരുതിയത്? ഞാൻ നിന്നെയും കൊണ്ട് ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടക്കുന്നല്ലേ? നീ അത് ആഗ്രഹിക്കുന്നുണ്ടാകും. ഇത്രയും നേരം ഞാൻ പറയുന്നത് നീ കേട്ട് നിന്നപ്പം നീ കയറി പോയോടി.
അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, നിർത്തണം മിസ്റ്റർ. നിങ്ങൾ കരുതിയോ നിങ്ങളുടെ ഈ ഓഞ്ഞ മോന്ന് കണ്ട് ഞാൻ വീണതാണെന്ന്? നിങ്ങളുടെ മകൾക്കൊരു മെഡിസിൻ പറഞ്ഞതാണ്. കാരണം ഐ ആം എ ഡോക്ടർ, കുഞ്ഞുങ്ങളുടെ മനസ്സറിയുന്ന ഡോക്ടർ. മൂക്കുമുട്ടം മദ്യപിച്ചിട്ടാണ് ഇയാൾ ഈ ഡ്രാമ കളിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോഴേക്കും ഷട്ടപ്പ് യു എന്നും പറഞ്ഞിട്ട് മഹേഷ് വന്നപ്പോഴേക്കും യു ഷട്ടപ്പ് എന്നും പറഞ്ഞ് ഇഷിത കോത്തുന്ന കണ്ണുകളോടെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി യു അഗെയിൻ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനലിൽ ടിക് ടിക് വൺ എന്ന ചാനലിൽ സാന്ത്വനത്തിൻ്റെ എപ്പിസോഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കയറി കണ്ടോളൂ കേട്ടോ. സി യു അഗെയിൻ. താങ്ക് യു.